ബജറ്റിൽ കേരളത്തിന് വിഹിതം അനുവദിക്കാത്തതിനെ പരിഹസിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം ശക്തം. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ ആഗ്രഹിക്കുന്നതെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJP കേരള വിരുദ്ധ പാർട്ടിയെ മാറിയ EP ജയരാജനും പറഞ്ഞു. കേരളം പിടിക്കാനുള്ള ഒരു ഒരുപാട് ശ്രമം നടന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും ദരിദ്രമാക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും, വിശദീകരിക്കും. അവർ തന്നെ കൃത്യമായിട്ടത് കാര്യങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ജനിച്ചു വളർന്ന നാടിനോടും 3.5 കോടി മലയാളികളോടും അശേഷം സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് ജോർജ് കുര്യൻ്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും കേരളത്തിലെ മലയാളിയായിട്ടുള്ളൊരു BJPക്കാരന് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ? അതിന് പ്രതികരണമുണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന, കേരള വിരുദ്ധ മനോഭാവം, ഇത് കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലാക്കും. BJP എന്ന് പറയുന്ന കേരള വിരോധ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങളും വച്ചാണ്. ഉമേഷ്, കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ്, സാമൂഹികമായി പിന്നോക്കമാണ്, അടിസ്ഥാന സൗകര്യ മേഖലയിൽ പിന്നോക്കമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകും. ജോർജ് കുര്യൻ ഏതെങ്കിലും തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ പരിഹാസത്തിന്റെ രൂപത്തിൽ പറയുന്നതല്ല, അത് വളരെ സീരിയസ് ആയി ഗൗരവമായി പറയുന്നതാണ്. കേന്ദ്രമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ടാണ് എന്നത് ആശ്ചര്യജനകമാണ് മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കപ്പുറം. ഉമേഷ്, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം കേരളത്തിന്, അതായത് ബജറ്റിന് തൊട്ട് മുൻപ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടും ലോക്സഭയിലും രാജ്യസഭയിലും വെച്ചതാണ്. അതിൽ തന്നെ കേരളത്തിൻ്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളം ചില പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് വയനാട് ദുരന്തം ഉണ്ടായ ശേഷമുള്ള ആദ്യ ബജറ്റ്, അതിന് കൂടാതെ വിഴിഞ്ഞം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ തുറമുഖമായി ഭാവിയിൽ വളരുമെന്ന് ഉറപ്പുള്ള വിഴിഞ്ഞം തുറമുഖം, ഈ രണ്ട് തുറമുഖത്തിനും വയനാടിനും പ്രത്യേക പാക്കേജ് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം സംസ്ഥാനത്തിനുണ്ടായിരുന്നു. അതുകൂടാതെ വിവിധ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തീരശോഷണം, ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലേക്കായി 24,000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ പാക്കേജുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി കിഫ്ബി വഴി ലോൺ എടുത്ത 6,000 കോടി രൂപ നേരത്തെ സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി കണ്ട് അത് വെട്ടിക്കുറച്ചിരുന്നു. കടപരിധി അത് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. അതും ഉണ്ടായില്ല. കൂടാതെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി അത് GDP-യുടെ 3.5% എന്നുള്ള രീതിയിൽ ഉയർത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതും പരിഗണിച്ചില്ല. ഈ കടമെടുപ്പ് പരിധി ഉയർത്തിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നേരത്തെ കടമെടുത്തത് 6,000 കോടി രൂപ അത് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ കേരളത്തിന് വൻകിട പദ്ധതികളൊന്നുമില്ല, പാക്കേജ് ഇല്ല, ഒപ്പം കടമെടുപ്പുമായി ബന്ധപ്പെട്ടും നേരത്തെ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടും അനുകൂല സമീപനവും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് കേരളത്തെ അവഗണിച്ചു എന്നുള്ള സ്വരങ്ങൾ LDF-ൻ്റെയും UDF-ൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇതിനെയാണ് കേരളം സമ്മതിക്കണം, കേരളം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ്, വികസനത്തിൽ പിന്നോക്കാവസ്ഥയിലാണ്, വിദ്യാഭ്യാസത്തിൽ ശരിയാണ്. മന്ത്രി പറയുന്ന മട്ടിൽ അങ്ങനെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലല്ല, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ ഇൻഡെക്സുകൾ വളരെ മികച്ചതാണ്, സാമൂഹിക ആരോഗ്യ മേഖല. പക്ഷേ അത് കാലങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ഒരു മികവിൻ്റെ അടയാളവും ദൃഷ്ടാന്തവുമാണത്. അത് കാരണം നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നില്ല, അതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് കഷ്ടമല്ലേ? അപ്പോൾ പ്രതികരണം ശരിയാണോ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും BJP-യും ഒക്കെ ആലോചിക്കട്ടെ.